ട്രെയിലറിന് വേണ്ടി ഇറക്കിയേക്കണല്ലേ. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര പരിപാടികളാണ്. ഇതൊന്നും അല്ല, ഈ കണ്ടതൊന്നും അല്ല. ഇതൊക്കെ മേളിലാണ് വൻ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതൊക്കെ ആക്ച്വലി ഡൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാം. അതൊക്കെ പുള്ളി തന്നെ ചെയ്തു. രാത്രി 2 മണിക്കാണ് ചെയ്തേക്കണം. പടം കാര്യം ഭയങ്കര വലുതാണ്. കാരണം ലാസ്റ്റ് ഒരു ഗെറ്റപ്പിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ. അതാണ് പടത്തിന് എല്ലാവരും ഞെട്ടാൻ പോകണം. അത് ഇതുവരെ ഒരു സാധനം റിവീൽ ചെയ്തിട്ടില്ല. അപ്പുറത്തെ ഫൈറ്റ് ചെയ്ത അടുത്ത ബസൂക്ക 2 വരും. അപ്പോഴാണ് ഞെട്ട്. ഇതേ ആൾക്കാർ തന്നെ പറയും പുള്ളി അതൊന്നും ചെയ്യുന്ന രീതിയിലുള്ള എൻട്രിയാണ്. അത് ഇതിൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാം അറിയാൻ പറ്റും. നമ്മൾ ഗിയറൊക്കെ ഇപ്പോൾ ഇടാൻ കഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്തൊക്കെ ടെക്നിക്കലി അകത്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ കൂളായിട്ട് വന്ന് ഓടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ആർക്കാ ഓടിക്കാൻ പറ്റുക? നമ്മൾ അടുത്തുകൂടി പോകുമ്പോൾ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. നമുക്ക് ഏത് ഗെയിമായിരുന്നു കളിച്ചത്? ഫ്രൂട്ട്സ് ഇങ്ങനെ വീഴുമ്പോൾ വെട്ടിക്കളില്ല, അങ്ങനത്തെ കളിയൊക്കെ കളിക്കാറുണ്ട്. കുട്ടിക്കളിയാ മമ്മൂക്കല്ലേ? അങ്ങനൊന്നുമില്ല, ഭയങ്കര സീരിയസ് മനുഷ്യനാണ്. അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭയങ്കര കാര്യമാണ്. ആർട്ട് ഡയറക്ടർ ഒരു മജീഷ്യൻ ആണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ സിനിമകൾ കാണുമ്പോഴും അവർ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ബസൂക്കയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള ഷിജി പട്ടണമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. ബസൂക്കയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബസൂക്കയുടെ ഒരു ആർട്ട് ഡയറക്ഷൻ, ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ് വർക്ക് എങ്ങനെയായിരുന്നു ശരിക്കും? ബസൂക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നോർമൽ സിനിമ കാണുന്ന പോലെ ചിന്തിക്കാനേ പറ്റില്ല. ഒരു ഇംഗ്ലീഷ് പടമൊക്കെ കാണുന്ന പോലെ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അതിന് നമ്മൾ ടോട്ടലി ഒരു പടം നോർമലി ഒരു പടം ചെയ്യുന്ന പോലെ അല്ല ട്രീറ്റ് ചെയ്തേക്കണം. ഇതിലെ ഏറ്റവും സൂപ്പർ ഹീറോസ് എന്ന് പറഞ്ഞാൽ ഇതിലെ ടെക്നീഷ്യന്മാരാണ്. കാരണം മമ്മൂക്കയുടെ കോസ്റ്റ്യൂമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലുക്ക്, കോസ്റ്റ്യൂം, അതിൻ്റെ DOP, സിനിമോട്ടോഗ്രാഫി, ഭയങ്കര ഗംഭീര പരിപാടികളൊക്കെ ചെയ്തേക്കണം. ഫൈറ്റ് ആണെങ്കിലും എല്ലാം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്. ഈ ഓൾറെഡി മമ്മൂക്കയുടെ പേഴ്സണൽ കോസ്റ്റ്യൂമറുണ്ട്. അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ഓരോ ഗെറ്റപ്പ്, അതെ വളരെ ഗംഭീരമായിട്ട് അതിൻ്റെ ഓരോ ഗ്ലാസ്സൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. വളരെ അതേപോലെ സ്റ്റൈലിഷാണ്. നമുക്ക് എത്രത്തോളം സ്റ്റൈലിഷാണ് അതുപോലെയാണ് ഈ ടോട്ടൽ പടത്തിൻ്റെ സെറ്റും. കാരണം സെറ്റൊക്കെ പുള്ളി ഒരു ലുക്ക് മാത്രമേ വരുള്ളൂ. ആ സിനിമയിൽ കാണുന്ന പോലത്തെ ഒരു ലുക്കാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസൈൻ നല്ലതാണ്, നല്ല സെറ്റാണ് ഒന്നും പറയില്ല. ആ ലുക്കിൽ നമ്മൾ മനസ്സിലാക്കും ഞെട്ടിച്ചെന്ന്. മമ്മൂക്കയുടെ എൻട്രി എങ്ങനെയായിരിക്കും ശരിക്കും? നമ്മളെ എന്താ പറയുക, എഴുന്നേറ്റ് കൈയടിക്കും ഓരോ പ്രേക്ഷകനും? പടത്തിൽ മമ്മൂക്കയുടെ എൻട്രി എന്ന് പറയാനായിട്ട് ഒരു എൻട്രി ഒന്നും അല്ല. അതല്ലേ പ്രശ്നം. ഒരു എൻട്രി ആണെങ്കിൽ നമുക്ക് അതിൽ മാത്രം കൈയടിച്ച അവസാനം. ഇത് ഇടക്കിടക്ക് കൈയടിക്കേണ്ടി വരും. പല രീതിയിലുള്ള എൻട്രിയാണ്. അത് ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമാണ്. അത് പറഞ്ഞ ആൾക്കാർ അതിന്റെ ഒരു ത്രില്ല് കളയണ്ട. കാരണം നമ്മളിത് വീഡിയോ കാണുമ്പോൾ പ്രേക്ഷകർ ഈ വീഡിയോ കാണുന്നവരെ അതൊക്കെ ഒരു ചെറിയ ഇന്റർകട്ട് പോലത്തെ ഇടയിലുള്ള സാധനം നമ്മൾ ഇപ്പൊ ട്രെയിലറിന് വേണ്ടി ഇറക്കിയേക്കണല്ലേ. ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര പരിപാടികളാണ്. ഇതൊന്നും അല്ല, ഈ കണ്ടതൊന്നും അല്ല. ഇതൊക്കെ മേളിലാണ് വൻ പരിപാടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ഒരു വിന്റേജ് സ്റ്റൈലിലുള്ള മമ്മൂക്കയെ നമുക്ക് ഇതിലൂടെ ഈ സ്റ്റൈലിൽ അങ്ങനെ കാണുന്നില്ല. വിന്റേജ് സ്റ്റൈലിൽ ഏതെങ്കിലും ലുക്ക് ഇതിൽ വരുമോ? ഭയങ്കര അതാ പറഞ്ഞ 3-4 ഒരു ലുക്കിലാണ് വരുന്നത്. ഒന്നുമല്ല, ഒരെണ്ണമൊന്നും പറയാൻ പറ്റില്ല. ഓരോ പ്രാവശ്യവും കാണുമ്പോൾ ഭയങ്കര ഞെട്ടിക്കുന്ന ലുക്കിലാണ് വരുന്നത്. ഇതിൽ ശരിക്കും ബസൂക്കയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഒരു സെറ്റ് ഏതാണ്? മമ്മൂക്കയുടെ ഒരു സീനുള്ള ഏതെങ്കിലും സെറ്റ് ഉണ്ടോ? അതിൽ ഏറ്റവും നമ്മൾ ഒരു ദാബ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഒരു ഫൈറ്റിങ്. അത് നമ്മൾ കറക്റ്റ് 7 ഡേയ്സിലാണ് ഉണ്ടാക്കിയത്. അതായത് 7 ദിവസം പെരുമഴയത്താണ് ആ സെറ്റ് ഇട്ടേക്കണം. അതിലാണ് ആ ഫുൾ ഫൈറ്റ് കിടക്കണം. ആ ഫൈറ്റിൻ്റെ ഇടയിൽ ഇപ്പോൾ ട്രെയിലറിൽ കാണിക്കുന്ന വെടിവെക്കുന്നതൊക്കെ അവിടെ. അപ്പോൾ 7 ദിവസം എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് കറക്റ്റ് ഡേറ്റാണ്. അത് കഴിഞ്ഞ് മമ്മൂക്കൊക്കെ വേറെ പടത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊന്ന് ഡിലേ ആയാൽ പിന്നെ 1 മാസം പിന്നും വെയിറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ ആ 7 ദിവസം കുറേ ആളുകൾ വെച്ചിട്ട് രാത്രിയും പകലും ഇല്ലാണ്ട് ചെയ്ത സെറ്റാണ്. അത് പക്ഷെ പടത്തിൽ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഫൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മമ്മൂക്കയാണോ ശരിക്കും ഒരു 70% നമ്മൾ ഫൈറ്റ് മമ്മൂക്ക തന്നെയാണോ ചെയ്യുന്നത്, അതോ മമ്മൂക്കയുടെ ഡ്യൂപ്പാണോ ചെയ്യുന്നത്? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ കുറേ പറഞ്ഞുണ്ടാക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് വലിയ അപകട സാധനങ്ങൾ വരുമ്പോൾ ഡ്യൂപ്പിനെ ഉപയോഗിക്കും എന്നല്ലാതെ 80% പുള്ളിയുടെ ലുക്കും കാര്യങ്ങളാണ്. ആ ലുക്ക് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല. അതിലാണ് മലയാള സിനിമയിൽ എല്ലാ സൂപ്പർ ഹീറോസും പിടിച്ചിരിക്കുന്നത്. അത് മമ്മൂക്കയുടെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് പുള്ളി മാത്രമേ ചെയ്താലേ ശരിയാവുള്ളൂ. ചുമ്മാ വേറൊരു ഡൂപ്പിനെ കൊണ്ടുവന്ന് ഇടിപ്പിക്കാം നമുക്ക്. പക്ഷെ ആ ഒരു ആക്ഷൻ അത് ചെയ്യണമെങ്കിൽ അത് മമ്മൂക്ക തന്നെ ചെയ്യണം. അത് വേറെ ആരും ചെയ്യില്ല. അത് ഈ ഏജ് ഒന്നും പുള്ളിക്ക് പ്രശ്നമല്ല. ഇപ്പോഴും ചെറിയ പയ്യന്മാരെ പോലെ ചെയ്യണം. അത് അടുത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം. അത് ഒരു ഇടിയൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ എഫേർട്ട് അത് തിരിഞ്ഞ് വന്ന അറ്റം വരെ പുള്ളി പോകാം. പകുതി വരെ ശരിക്കും ഉണ്ടാവുള്ളെങ്കിലും
ആ ടോട്ടൽ കാര്യം പുള്ളി ചെയ്യാറുണ്ട്. അത് ഈ ദാബയിൽ നമ്മൾ സെറ്റ് ഇട്ടപ്പോൾ അതിൽ ഒരു കൈ വന്ന് ഇടിച്ച് താഴെ ഉരുണ്ട് വീണൊക്കെ ഉണ്ട്. അതൊക്കെ ആക്ച്വലി ഡൂപ്പിനെ വെച്ച് ചെയ്യിപ്പിക്കാം. അതൊക്കെ പുള്ളി തന്നെ ചെയ്തു. രാത്രി 2 മണിക്കാണ് ചെയ്തേക്കണം. അതൊക്കെ നമ്മൾ വിശ്വസിക്കും, ഇത് നമുക്ക് അല്ലാതെ ആരോ ചെയ്തേക്കണം. ഇപ്പൊ എല്ലാരും പറയുന്നത് മമ്മൂക്ക ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ ഒന്നുകിൽ കൈ ഇങ്ങനെ ആക്കുക, അല്ലെങ്കിൽ കാലിങ്ങനെ പൊക്കുക, അതല്ലാതെ മമ്മൂക്ക ഇങ്ങനെ ഇടിക്കുന്ന ഒന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ ഡ്യൂപ്പുകൾ ചെയ്യുന്നതെന്നാണ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ചർച്ച ഇറങ്ങുമല്ലോ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ. ശരിക്കും അങ്ങനെയൊക്കെ മമ്മൂക്കയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളല്ലേ, മമ്മൂക്ക ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? മമ്മൂക്ക കേൾക്കുന്ന സമയത്ത് ആളുകൾക്ക് നമുക്ക് എന്തും പറയാമല്ലോ, മമ്മൂക്ക അങ്ങനെയല്ല ഇങ്ങനെയാണ് ഡൂപ്പാണെന്നൊക്കെ. പടത്തിൽ സിനിമയിൽ ഫൈറ്റിനൊക്കെ ഡൂപ്പിനൊക്കെ ഉപയോഗിക്കും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഡൂപ്പിനെ ഉപയോഗിക്കും. പക്ഷേ 80% കാര്യങ്ങളും പുള്ളി സ്ട്രോങ് ആയിട്ട് പുള്ളി തന്നെ ചെയ്യും. നമ്മൾ പറയാൻ പോകുമ്പോൾ ഒരു പേടി മാത്രമേ ഉള്ളൂ, മമ്മൂക്കയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്, അവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും അവസാനം മമ്മൂക്ക തന്നെ ചെയ്യും. അവനെന്തിനാണ് ഞാൻ ചെയ്തോളാം എന്ന് തന്നെ പറയുള്ളൂ. അത് നമ്മൾ കാണണതാണ് പലപ്പോഴും. ഇപ്പം ബസൂക്കയിലാണെങ്കിൽ ഒരുപാട് ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൊക്കെ മമ്മൂക്ക ഒരു ഫൈറ്റ് സീനിൽ അഭിനയിച്ചു തോന്നി. പക്ഷെ മമ്മൂക്ക അത്രത്തോളം എഫേർട്ടാണ്, 100% എഫേർട്ടല്ലേ അപ്പോൾ അതിന് വേണ്ടി ഇടുന്നത്. ഈ സിനിമക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഭയങ്കരമായിട്ട് ആ പടം കംപ്ലീറ്റഡ് ആകാൻ വേണ്ടി മമ്മൂക്ക ചെയ്യുന്ന കാര്യം ഭയങ്കര വലുതാണ്. കാരണം ഞാൻ നൈറ്റ് സീനൊക്കെ കുറേ കാലമായിട്ട് മമ്മൂക്ക അഭിനയിക്കണ കണ്ടിട്ടില്ല. അത് നമ്മൾ ഒരു 8 മണി 10 മാക്സിമം 9 മണിക്കൊക്കെ പോകുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ 1-2 സെറ്റിലൊക്കെ പുള്ളി രാത്രി അത് ചെയ്യണ കണ്ടപ്പോൾ, പുള്ളി രാത്രി നിന്ന് ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്കൊരു അന്നൊക്കെ രാത്രി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചായ കുടിച്ചിട്ട് അത് തിരിച്ചു വന്നിട്ട് അതും മഴയുണ്ട്, ഫൈറ്റ്, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്യണം. അത് ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. ഇനിയും ഒരുപാട് തകർക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്താണ് അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ്. ഒരു രക്ഷയില്ലാത്ത സ്റ്റൈലിഷ്. ഇതിനകത്ത് ലാസ്റ്റ് ഒരു ഗെറ്റപ്പിൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ. അതാണ് പടത്തിന് എല്ലാവരും ഞെട്ടാൻ പോണത്. അത് ഇതുവരെ ഒരു സാധനം റിവീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അത് ഇനി ഇറങ്ങുമ്പോൾ അത് ആ ഗെറ്റപ്പ് കാണുമ്പോഴാണ് ഞെട്ടാൻ പോണത്. അതിൻ്റെ ലുക്ക് തന്നെ വേറെയാ. അതും നമ്മൾ അതൊക്കെ ഇട്ട് നിൽക്കണ കാണുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, കയ്യിലൊക്കെ ഇങ്ങനെ രോമമൊക്കെ എനിക്ക്. അതെ അതെ, ആ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്ന്. അത് അതുപോലെയാണ് ഷൂട്ട് ചെയ്ത് വെച്ചേക്കണം. അതിൻ്റെ സൗണ്ടും പരിപാടിയൊക്കെ ചെയ്തു വെച്ചേക്കണം. അങ്ങനെ അത്രയധികം ഗെറ്റപ്പിലാണ് ചെയ്തേക്കണം. ടോട്ടൽ പടം നോക്കിക്കഴിഞ്ഞാൽ ടെക്നീഷ്യന്മാർ ഇതിൽ ഭയങ്കര ഹീറോസാണ്. അതൊരു എല്ലാം സിനിമോട്ടോഗ്രാഫിയും മറ്റും മറിച്ചൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മമ്മൂക്കയുടെ പടത്തിൽ ഇത് നമ്മൾ കാണുന്ന, എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ട ഒരുപാട് പടങ്ങളുണ്ട്. ഭീഷ്മപർവ്വതം പോലത്തെ ഒരു സിനിമയിൽ കാണിക്കുന്നത് അത് അതിൻ്റെ റേഞ്ചിൽ നിൽക്കുന്ന ഒരാൾ വേറെ നമുക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഇദ്ദേഹമല്ല ചെയ്യുള്ളൂ. അത് ആ ധൈര്യമാണ് നമ്മളൊക്കെ പിടിച്ചു നിർത്തിയേക്കണം. ആർക്കും മമ്മൂക്കയുടെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതിയിൽ ഒരു വിഷമമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. നമുക്കൊക്കെ ഉണ്ട് മമ്മൂക്ക, അത് അറിയാൻ വേണ്ടി നമുക്കൊരു വഴിയില്ല അറിയാൻ. എങ്ങനെയാണ് ഇപ്പോൾ ശരിക്കും മമ്മൂക്ക ഓക്കെ ആണോ? പിന്നെ അതൊക്കെ നമ്മൾ ചെറിയൊരു കാര്യം എന്തെങ്കിലും വന്നാൽ തന്നെ ആളുകളത് വലുതാക്കും. അത് ആവശ്യമില്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി മീഡിയ പല രീതിയിലത് അങ്ങനെയൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്ന ഇനി ഇതിൻ്റെ അപ്പുറത്തെ ഫൈറ്റ് ചെയ്ത അടുത്ത ബസൂക്ക 2 വരും. അപ്പോഴാണ് ഞെട്ടും. ഇതേ ആൾക്കാർ തന്നെ പറയും പുള്ളി അതും ചെയ്യണല്ലോ എന്ന്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞത് ഇത് ഹിറ്റാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ പറയണത്. ഹിറ്റാവും ഉറപ്പ്. മമ്മൂക്കയല്ലേ, മമ്മൂക്കയെ സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ മമ്മൂക്കയുടെ ഒരു പടം വരാൻ വെയിറ്റ് ചെയ്യാൻ എല്ലാവരും. അതെ, അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ പോയാൽ അടുത്തൊരു പടവും ഹിറ്റാവും. ഇത് ശരിക്കും എമ്പുരാനിപ്പോൾ 250 കോടിയൊക്കെ കഴിഞ്ഞു. ബസൂക്ക എമ്പുരാനിലും മുകളിൽ എത്തുമോ? അതെങ്ങനെയാണ്? എത്ര കോടി ക്ലബിൽ കയറും ബസൂക്ക? കോടി ക്ലബിൻ്റെ അല്ല, ഇതിൻ്റെ ഒരു നല്ല സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഒരു ക്രിയേറ്റീവായിട്ടൊരു സിനിമ, നല്ലൊരു ഫ്രെയിമൊക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സിനിമ. അത് എത്ര കോടി കയറിയാലും എങ്ങനെ കയറിയെന്നുള്ളതല്ല, ആ സിനിമ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ അതിനകത്ത് ഓൾ ടെക്നീഷ്യനാണ് ഇതിൻ്റെ ഹീറോസ്. അതാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. ഇനി ബസൂക്കയിലേക്ക് തന്നെ വരുവാണെങ്കിൽ നമ്മുടെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ട്രെയിലറാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാ കൊച്ചുകുട്ടികളും പറയുന്നത് ബിഗ് ബിയിലെ മമ്മൂക്കയുമായിട്ടൊരു സാമ്യം ഉണ്ടെന്നാണ്. ശരിക്കും അങ്ങനെ തോന്നിയോ? ഇല്ല, ഈ സിനിമ ഇനി ചരിത്രം മാറ്റി പറയാൻ പോണത് ഇനിത്തെ സിനിമ ബസൂക്ക എന്നേ പറയുള്ളൂ. നമ്മൾ കുറച്ചാൾ മുമ്പേ ബിഗ് ബി പറഞ്ഞിരുന്നു, അത് ഇനി ബ്രഹ്മയുഗം പറഞ്ഞു. അങ്ങനെ വന്നു. ഒരു കാറ്റഗറിക്ക് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പ് സ്വയം മാറ്റണേ, നമ്മൾ മാറ്റണല്ല, സ്വയം പുള്ളി മാറിയിട്ടേ വരുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സിനിമ തന്നെ. അതിൻ്റെ പ്രേക്ഷകർക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ സ്റ്റൈൽ ഭയങ്കര പുള്ളി സ്റ്റൈല്, അതാണ് മൊത്തം പടം വരുന്നതും പോകുന്നതും ലുക്ക് ഒക്കെയാണ് ഈ സിനിമയുടെ ഭയങ്കര ഹൈലൈറ്റ്. അത് ഈ സിനിമ
ടോട്ടലി ആളുകൾക്ക് ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ലുക്കിൽ ശരിക്കും ലാലേട്ടനെ കടത്തി വെട്ടുന്ന ആളാണ് മമ്മൂക്ക, സിനിമയിലായാലും പിന്നെ റിയൽ ലൈഫിലായാലും. ശരിക്കും അതുകൊണ്ടാണ് മമ്മൂക്കയെ ഭയങ്കരമായിട്ട് ഈ ലുക്കിൻ്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചുള്ള സിനിമ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ രണ്ടുപേരും അടുത്തടുത്തിരിക്കുമ്പോഴും രണ്ടുപേരുടെ പെർഫോമൻസും രണ്ടുപേരുടെ സ്റ്റൈലൊക്കെ കാണുന്നു. മമ്മൂക്കാനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മമ്മൂക്കായുടെ കൂടെ കുറച്ച് അടുത്ത് വരുമ്പോൾ രണ്ടുപേരും അടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നമ്മളോട് ലാൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എന്താ പറയുക സുഖമാണോ എന്നു ചോദിച്ചിട്ടുള്ള ഒരു സാധനം. അവിടെ ഭയങ്കര ഇൻറ്റിമസിയാണ് വന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വെറുതെ നോക്കുള്ളൂ. ആ നോക്കലിലാണ് നമ്മൾ ഭയങ്കര സ്നേഹം കൂടുതലായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് രണ്ടുപേരെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക്. ശരിക്കും എമ്പുരാനെ കടത്തി വെട്ടുവോ ബസൂക്ക? എമ്പുരാനൊക്കെ കടത്തി വിട്ടില്ല. അതൊരു നല്ല സിനിമയാണ്. ടെക്നിക്കലി അതും നല്ല സിനിമയാണ്, ഇതും ടെക്നിക്കലി നല്ല സിനിമയാണ്. അന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള ഒരു സെറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ വലിയ രാജ്യങ്ങളിലൊന്നും പോയില്ലെങ്കിൽ ആ രാജ്യമൊക്കെ മാക്സിമം നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഈക്വലി തന്നെ അത്യാവശ്യം നല്ല സിനിമയായിരിക്കും രണ്ടും. ആദ്യത്തെ ഒരു സീനിൽ ഏതാണ് സെറ്റ് ചെയ്തത്? സെറ്റിട്ടത് ഏതാണ്? ഗെയിമിങ്ങിൻ്റെ റൂം സെറ്റിട്ടിരുന്നു. ആ ഗെയിമിംഗ് റൂം ഫുള്ള് നമ്മൾ ഭയങ്കര ഡിസൈൻ ചെയ്തിട്ട് ചെയ്തേക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് ടോട്ടൽ ആ ഒരു സെറ്റ് ഇങ്ങനെയായിരിക്കും നമ്മൾ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊതുവേ നമ്മൾ മലയാള സിനിമയിലും അല്ല എല്ലാ സിനിമയിലും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റൻറ്റ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ്, DOPയുടെ അസിസ്റ്റൻറ്റ്, ഇവർക്കൊക്കെ ഫ്രെയിം ഫില്ലാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കും. ഇതിരുന്നോട്ടെ, അതവിടെ ഇവിടുന്ന് ലൈറ്റ് വന്നിട്ടുണ്ട്, ഇവിടുത്തെ റിഫ്ലക്ഷൻ കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ അത് ആർക്കും ചെയ്യാൻ പറ്റില്ല. ഒരു സാധനം അഡീഷണൽ, ഇതാണ് പടം, ഈ പടത്തിലെ ഒരു ചെറിയ സാധനം പോലും ആരും കൊണ്ട് വെക്കൂല. അതുകൊണ്ടാണ് ഈ പടം ഇങ്ങനെ വേറിട്ട് നിൽക്കും. കാരണം ഒരുപാട് പ്രോപ്സൊക്കെ വെച്ചിട്ട് ഭയങ്കര അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഒരു ക്ലാസ് ആൻഡ് ക്ലീൻ സ്റ്റൈലിഷ്. ഷൂട്ടിംഗ് മൊത്തം കണ്ട ആളാണല്ലോ മമ്മൂക്ക. എപ്പോഴും മമ്മൂക്കയുടെ എല്ലാ സിനിമകളിലും കാറിൻ്റെ ഓടിക്കുന്നതിനാലും പ്രത്യേക രീതി ആ ഒരു സ്റ്റൈലും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിലെന്തൊക്കെയാണ് മമ്മൂക്ക കാറിൻ്റെ ഒരു ഓടിക്കലും ഒക്കെ ഭയങ്കര പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിലുണ്ടോ? ഇതിലുണ്ട്. ഇതിൽ കാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം അങ്ങനത്തെ കാറുകളാണ്. ആ കാറുകൾ ഓടിക്കാൻ വളരെ കഷ്ടപ്പാടാണ്. സാധാരണ ഇപ്പോൾ എന്നോട് ഓടിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഒരുവിധം ഡ്രൈവിംഗ് അറിയാവുന്ന ആൾക്കാർക്കൊന്നും ഓടിക്കാൻ പറ്റാത്ത വിൻറ്റേജ് പഴയ കാറുകളാണ്. പലപ്പോഴും നമ്മൾ ആ കാറുകൾ ലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വർക്ക്ഷോപ്പിൽ ആൾക്ക് ഫുൾ ടൈം ഉണ്ടാവും. കാരണം എപ്പോൾ വേണമെങ്കിലും നിന്ന് പോവാം. കാരണം അത്രയും പഴക്കമുള്ള കാറാണ്. അതിൻ്റെ അകത്ത് ഞാൻ ഇപ്പോൾ ഇതിൽ കാണുന്ന ഒരു ബ്ലൂ കാറ് കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ടോയ് ചെയ്ത് വേറെ സ്ഥലത്തുനിന്ന് ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ അകത്ത് തുറക്കുമ്പോൾ ഒരു 1.5 മാസമായിട്ട് അത് ലോക്ക് ചെയ്ത് കിടക്കണേ. ആ ഷൂട്ട് ചെയ്യണതിന് 10 മിനിറ്റാണ് ഈ സാധനം ഓടിച്ചെത്തിയേക്കണം. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അവിടെ ഇട്ട് വാഷ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ഒക്കെ ചെയ്ത് അതൊരു മിഠായി പോലെ ആക്കി എടുത്തിട്ടാണ് മമ്മൂക്കയുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. ഇത് മമ്മൂക്ക അപ്പോഴാണ് കാണേണ്ടത്. പക്ഷേ ഇതിൻ്റെ പ്രീവിയസ് ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ഇത് എന്തായിരുന്നു എന്നുള്ളത് എനിക്കെല്ലാം അറിയാൻ പറ്റും. പക്ഷെ ആ കാർ പുള്ളി കയറിയിരുന്ന് ഓടിക്കുമ്പോൾ നമ്മൾ ഗിയറൊക്കെ ഇപ്പോൾ ഇടാൻ കഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് എന്തൊക്കെ ടെക്നിക്കലി അകത്ത് ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അവർ കൂളായിട്ട് വന്ന് ഓടിച്ചിട്ട് പോകും. അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കും ഇതുപോലെ ആർക്കാ ഓടിക്കാൻ പറ്റുക? ശരിക്കും വിന്റേജ് കാർ ഓടിക്കാൻ ഭയങ്കര ഒരു സ്കില്ല് തന്നെ വേണം. അതെ, മമ്മൂക്കയിൽ അങ്ങനെ കണ്ട എന്താണ് ശരിക്കും ഭയങ്കര ഈ വണ്ടിയുടെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. അല്ല, ആദ്യ പടം അപരിചിതൻ എന്ന് പറഞ്ഞ പടം ചെയ്യുമ്പോൾ അതിനകത്തൊരു ജിപ്സി ഉണ്ട്. നമുക്ക് ജിപ്സി വന്ന് എടുത്തപ്പോൾ തന്നെ അതിന് ബ്രേക്കിനൊക്കെ എന്തോ പ്രശ്നമുണ്ട്. വന്ന് 2 പ്രാവശ്യം അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്നുകൊണ്ട്. പക്ഷെ നമ്മളത് ഇവിടുന്ന് ഓടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ വന്നപ്പോൾ തന്നെ അത് പറഞ്ഞ് അവിടുന്ന് അപ്പം തന്നെ വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് നമ്മൾ റെഡിയാക്കി. പിന്നെ വണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. നമുക്ക് പേടിയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ അനക്കി കൊണ്ടുവന്ന വണ്ടിയാണ്. ഇവിടെ വെറുതെ ചുമ്മാ ഓടിച്ചാൽ നടക്കണേ. മമ്മൂക്കൊക്കെ ഭയങ്കര എഫേർട്ട്ലെസ് ആണ്. ഇങ്ങനെ ഇപ്പൊ തന്നെ ഒരു ബ്ലൂ വണ്ടി ഇതിനകത്തൊരു കാർ ഇങ്ങനെ ഓടിച്ച് വന്നത് കാണിക്കണ്ട്. ആ വണ്ടി ആണ് ഞാൻ ഈ പറഞ്ഞത്. ആ വണ്ടി ടോയ് ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. വേറെ സ്ഥലത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഇത് ഇത്രയും അതിൻ്റെ ഉള്ളിലൊക്കെ മാറ്റി കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല മിഠായി പോലെ ആക്കിയിട്ടാണ് പ്രശ്നം ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഭയങ്കര മഴയത്ത് ഒരു ബ്ലാക്ക് കാർ കാണിക്കുന്നുണ്ട് ക്ലൈമാക്സിലൊക്കെ തന്നെ. ആ കാറും ഇതുപോലെ തന്നെ ഭയങ്കര അതിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, സീറ്റൊക്കെ ഭയങ്കര കൺജസ്റ്റഡാണ്. ഒരു ഹൈറ്റുള്ള ആളൊന്നും കയറിയിരിക്കാൻ ഭയങ്കര പാടാണ്. അത് അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ ശരിയാക്കി ഭയങ്കര എന്ത് സാധനം. അതാ ഞാൻ പറഞ്ഞു, ടോട്ടൽ പടത്തിൽ മമ്മൂക്ക വരുന്ന സ്ഥലങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് ഭയങ്കര കെയർ ചെയ്തിട്ടേ ചെയ്യുള്ളൂ. ഒരു പിടിക്കുന്ന സാധനങ്ങളും എടുക്കുന്ന സാധനങ്ങളും കൈമുറിയരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് വളരെ കെയർ ചെയ്തിട്ടേ പോകുള്ളൂ. വന്ന് വീഴുന്ന സൈഡ് ചിലപ്പോൾ ഒരു 10 അടി അപ്പുറത്തായിരിക്കും പുള്ളി വീഴുന്നത്. പക്ഷേ
നമ്മൾ ഇവിടെ തൊട്ടേ റെഡിയാക്കി വെക്കും. കാരണം ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ അത്ര കെയർ ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് എല്ലാ കാര്യവും പടത്തിൽ പ്രസൻറ്റ് ചെയ്യുക. അത് ഈ പടം മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനമാണ്. ശരിക്കും മമ്മൂക്കയുടെ എത്ര കാറുകൾ ഇതിൽ കാണിക്കുന്നുണ്ട്? മമ്മൂക്ക എടുത്തു വരുന്ന ഒരു കാറാണോ? അല്ല, 2-3 ഉണ്ട്. പല സ്റ്റേജിൽ പല കാറുകളും പല ആളുകൾ പല രീതിയിലുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അതിൽ മമ്മൂക്ക ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കാറ് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ലൊക്കേഷനിൽ? പുള്ളിക്ക് വന്ന് ഒരു ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ടോട്ടൽ വന്ന് നോക്കും, ഒരു ഇത് വണ്ടി ഓടും എന്നുള്ളത് നമ്മൾ അങ്ങനെ ആക്കിയിട്ടാണ് വരുത്താന്ന് അറിയാമല്ലോ. പിന്നെ ആ ടൈമിൽ മാത്രം നമ്മളത് നോക്കിയാൽ മതി. പ്രീവിയസ് നമ്മളതെല്ലാം റെഡിയാക്കി വെക്കും എല്ലാ സ്ഥലത്തും. അപ്പോൾ ഇതിൽ സെറ്റിൻ്റെ പറയുവാണെങ്കിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് സെറ്റുകൾ? ഒരുപാട് കഷ്ടപ്പെട്ട് ഭയങ്കര എഫേർട്ട് ഇട്ട സംഭവങ്ങളൊക്കെ ഉണ്ടോ? ഭയങ്കരമായിട്ട് ഇതിൽ കഷ്ടപ്പെട്ട് ഇതിലൊരു അമ്പലത്തിൽ ഇപ്പോൾ ട്രെയിലറിലൊക്കെ കാണുന്ന ഒരു അമ്പലത്തിലെ സംഭവമുണ്ട്. അത് നമ്മളൊരു വൈറ്റില ഭാഗത്തൊരു അമ്പലത്തിലായിരുന്നു ഒരു സെറ്റ് ഇട്ടത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ. അപ്പോൾ ഈ സെറ്റ് ഇട്ട് നമ്മൾ അവിടെ ഷൂട്ടിങ് ഒരു 3 days കണ്ടിന്യൂസ് ഫുൾ നൈറ്റ് ഷൂട്ടിങ്. വലിയ സെറ്റാണ്. അതായത് അതിനെ ബന്ധപ്പെട്ടിട്ട് സാധാരണ അമ്പലത്തിൽ ഒരു ആനയെ കൊണ്ടുവന്ന് കുറേ ആൾക്കാരെ വെച്ചിട്ടല്ലാതെ തെയ്യം മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് ആൾക്കാർ, പുക, ആ സാധനം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കിട്ടില്ല. റെഡ് കളറിലുള്ള ഒരു സ്മോക്കിൻ്റെ ഇത് സാധാരണ പടക്ക കടയിൽ കിട്ടുന്നതല്ലാതെ ഇത് മദ്രാസിൽ നമ്മൾ കളർ ഇന്നത് വേണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഉണ്ടാക്കിച്ച് കൊണ്ടുവന്ന് ഇവിടെ വലിയ പരിപാടിയാണ്. അപ്പോൾ ഇതെന്താ കറക്റ്റ് 3 days ഷൂട്ടിങ് കറക്റ്റായിട്ട്. 4ാമത്തെ ദിവസമായപ്പോൾ മഴ പെയ്തിട്ട് ഷൂട്ടിങ് അതിൻ്റെ ബാലൻസ് കുറച്ച് പോർഷൻ തീർന്നു പോയി. തിരിച്ചൊരു 3-4 മാസം കഴിഞ്ഞ് അത് ഷൂട്ടിങ് ചെയ്യണമെങ്കിൽ ആ അമ്പലം പിന്നെ പെർമിഷൻ കിട്ടിയില്ല. അവിടെ കുറച്ച് ഇത്രയും അവർ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രോജക്റ്റ് പരിപാടിയാണ് നടക്കുന്നത്. അവർ വിചാരിച്ച അമ്പലം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഉത്സവം പോലെ അമ്പലത്തിൽ കുറച്ച് അങ്ങനെയൊക്കെ അവർ വിചാരിച്ച കുറേ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും അവർ വിചാരിച്ചില്ല ഇത്രയും വലിയ ഗ്രാൻഡിയർ പരിപാടിയാണ് നടക്കണമെന്ന്. അപ്പോൾ അതൊരു പിന്നെ അത് പെർമിഷൻ തന്നെ അതിൻ്റെ അമ്പലം കമ്മിറ്റിക്കാർ അത് തരില്ല എന്ന് പറഞ്ഞു. പിന്നത്തെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ സെയിം ബാലൻസ് ഷൂട്ട് ചെയ്യേണ്ട, അത് മമ്മൂക്കയുടെ എൻട്രിയൊക്കെ ഷൂട്ട് ചെയ്യേണ്ട, അതാണ് ലാസ്റ്റ് വെച്ചത്. അപ്പോൾ അത് വേറൊരു സ്ഥലം അതേപോലെ മണ്ണുള്ള അതേപോലെ മരമുള്ള അതേ സ്ട്രക്ചറുള്ള ഒരു സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടു. അവസാനം ഒരു സ്ഥലം കിട്ടി, അവിടെ അത് റീക്രിയേറ്റ് ചെയ്യുന്നത് അത് 6 മാസത്തിന് ശേഷം. അപ്പോൾ അതുമായിട്ട് മാച്ച് ആവണ്ട, ആ സാധനം എല്ലാം പോയി, മഴ ഇതൊക്കെ നനഞ്ഞു. പിന്നെ അതിൽ സിമിലർ സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തത്. അപ്പോൾ ആദ്യം ഷൂട്ട് ചെയ്ത ഭാഗം ആ അമ്പലത്തിൽ തന്നെ അതവിടെ വെച്ചു. അപ്പോൾ അത്രയും പെർഫെക്റ്റോട് കൂടി അടുത്ത സ്ഥലത്ത് നമ്മൾ ചെയ്തു. ഇനി ഇന്റർകട്ട് പോകണമെങ്കിലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവാത്ത അതേ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഇതിലും സെറ്റ് ഇട്ട് അവിടെ വന്നിട്ടും തീരണില്ല. അതിന്റെ ഇന്റർകട്ട് വീണ്ടും പോണേ, പിന്നെ ഒരു 3 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു ചെറിയ പോർഷൻ, അങ്ങനെ ഓരോ സെറ്റും 3-4 ക്രിയേറ്റ് ചെയ്ത് അതുപോലെ പനമ്പള്ളി നല്ലൊരു വലിയൊരു സെറ്റ് നമ്മളൊരു ATM ബന്ധപ്പെട്ടിട്ടൊക്കെയാണ്. അതൊരു 3 days ഷൂട്ട് ചെയ്ത് ഇതുപോലെ തന്നെ മഴയൊക്കെ ആയിട്ട് നിന്നു. അടുത്ത ദിവസം പിന്നെ ഡേറ്റിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ റോട്ടിൽ നമ്മൾ എത്ര ATM സെറ്റ് നിർത്താൻ പറ്റില്ല. അവരത് പൊളിച്ച് മാറ്റിച്ച് പിന്നെ കേൾക്കുന്ന വീണ്ടും ഒരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും ആ സെറ്റ് അതേപോലെ. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി പിടിക്കണം. അപ്പോൾ അത് വീണ്ടും തിരിച്ച് അതേ സെറ്റും. അപ്പോൾ ഓരോ പ്രാവശ്യം വരുന്ന ഉണ്ടാക്കുന്ന ആൾക്കാർ ഇങ്ങനെ മാറി വരണം. അപ്പോൾ ആകെയുള്ളതിൻ്റെ കുറച്ച് സ്റ്റില്ല. അപ്പോൾ ഇത് വെച്ചാലും അത് വെച്ചിട്ട് വേണം നമ്മളത് റീക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ചില കാര്യങ്ങൾ മാറിപ്പോയാൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അതും പക്ഷെ നമ്മൾ ഡീൽ ചെയ്യണ്ട, എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങനെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പം പ്രേക്ഷകരെ പറ്റിക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇതിൻ്റെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ സിനിമ 30 ദിവസം കൊണ്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ നമ്മൾ വെൽ പ്ലാനിങ്ങിൽ ചെയ്യാം. ഇത് 2-2.5 വർഷമായി ഞാൻ ഈ സിനിമയുടെ പുറകിൽ നടക്കണം. അതിനിടയിലും എല്ലാം ഈ സിനിമ തന്നെ ഇതിൻ്റെ ഓരോ പരിപാടി ഇങ്ങനെ ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷെഡ്യൂൾ വരുന്നു. നമ്മൾ ഈ ഷെഡ്യൂൾ പ്രിപ്പറേഷൻ, അതിന് പ്രോജക്റ്റ് എങ്ങനെയായിരിക്കണം, ആ സ്ഥലം അതിൻ്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം. കാരണം ഈ പ്രീ പ്രൊഡക്ഷനിൽ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നു. AIയിലൊക്കെ കുറേ സാധനം ഇങ്ങനെയാണ് ഈ ടോട്ടൽ പടം പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻട്രി വന്നപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ബാംഗ്ലൂരിലാണ് ഒരു സെറ്റ് പ്ലാൻ ചെയ്തത്. പിന്നത്തെ അങ്ങനെ അതിനകത്ത് കാണിക്കുന്ന പലതും പല സ്ഥലങ്ങളാണ്. നമുക്കതിനെ കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് കൊച്ചിയിൽ എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ആദ്യത്തെ ചോദ്യം. അടുത്ത ബാംഗ്ലൂരിലെ ഒരു ബസ് സ്റ്റാൻഡിലുണ്ട്, അതെങ്ങനെ കേരളത്തിൽ ഇവിടെ ആക്കാം. എല്ലാം നമ്മൾ ഈ ഇട്ടാവട്ടത്ത് എറണാകുളം സിറ്റി വിട്ടിട്ട് അധികം പോയിട്ടില്ല. ബാംഗ്ലൂരൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടെങ്കിലും
എറണാകുളത്താണ്, ബാംഗ്ലൂർ മടിവാള ബസ് സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, പല ഓഫീസുകൾ. പക്ഷേ ആ ഓഫീസുകളൊക്കെ ഇനി ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ എനിക്ക് ആൾക്കാർ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ പടം ഇറങ്ങുമ്പോൾ ട്രെയിലറിൽ കണ്ടത് എവിടെയാണ്, ഇതിൻ്റെ ഈ ആളുകൾ ആഡ് ഫിലിം മേക്കേഴ്സാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഈ സ്ഥലം കൊള്ളാം, ഇത് എവിടെയാണ് ഷൂട്ട് ചെയ്തതെന്ന്. നമ്മൾ ഇതിൽ ഏറ്റവും അടുത്ത് ബസൂക്ക താവളം എന്നൊക്കെ പറഞ്ഞ ഒരു സെറ്റ് കിട്ടുന്നുണ്ട്, ഫുൾ വൈറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ എവിടെ വളരെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷെ അത് കണ്ടുപിടിച്ച് അത് ക്രിയേറ്റ് ചെയ്യുക വലിയൊരു പരിപാടി. നമ്മൾ ആദ്യം പ്രോസസ്സിങ് എന്താ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഇന്ന സ്ഥലത്ത് ചെയ്യാം, അതിൽ HMTയുടെ അവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ഡേറ്റ് എടുത്ത് വരുമ്പോൾ എന്താ ഇവർ വലിയ എമൗണ്ട് ഈ ആളുകൾ പറയും. പെർ ഡേ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ പറയും. നമ്മൾ സെറ്റും കൂടി ഇടുമ്പോൾ വലിയ ബഡ്ജറ്റാവും. അപ്പോൾ നമ്മളത് എങ്ങനെ ചെറിയ പൈസയിൽ വേറെ സ്ഥലത്ത് ചെയ്യാം, അതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ആർട്ട് ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ഡിസൈൻ എന്നൊക്കെ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പ്രൊഡ്യൂസർ സൈഡും കൂടി നമ്മൾ സേവ് ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസർ സൈഡ് സേവ് ചെയ്യാതെ നമ്മൾ വലിയ സെറ്റ് ബ്രഹ്മാണ്ഡമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. അവിടെയും നോക്കണം, ഇവിടെയും നോക്കണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് അത്രയും ബഡ്ജറ്റ് നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവില്ല. നമുക്കൊരു മിനിമൽ ബഡ്ജറ്റ് ആണെങ്കിലും ഈ ബഡ്ജറ്റിൽ നിന്നിട്ട് നമുക്ക് എത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് എന്ത് ഇൻപുട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കണം. അത് ശരിക്കും പറഞ്ഞാൽ ഈ ബസൂക്കയിൽ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എത്ര സെറ്റ് ഇട്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല, എല്ലാം സെറ്റാണ്. നോർമലി പോയിട്ട് റോട്ടിൽ പോകണം 1-2 സാധനങ്ങൾ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെറ്റിലാണ്. ഗവൺമെന്റ് ഓഫീസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ എല്ലാം സെറ്റാ ടോട്ടൽ പടത്തിൽ. പണ്ടൊക്കെ ആണെങ്കിൽ മലയാളികൾക്ക് അറിയില്ല ശരിക്കും ഇത് സെറ്റാണ്, ഇത് ഒറിജിനൽ ആണെന്നാണ് നമ്മൾ പഴയ സിനിമകളിലൊക്കെ വിശ്വസിച്ചിട്ടുള്ളത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞ് ഇപ്പം ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഓരോ സിനിമകൾ ഇറങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഇതൊക്കെ സെറ്റാണെന്ന് സാധാരണ മലയാളികൾക്ക് പോലും മനസ്സിലാവാൻ തുടങ്ങിയത്. അതൊരു ഗുണമാണോ ശരിക്കും അതൊരു ദോഷമായിട്ടാണോ വന്നത്? നല്ലതാണ്, ആളുകൾ അറിയട്ടെ, കുറേം കൂടി ആളുകൾ മനസ്സിലാക്കണം. ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷൻ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പഴയ ആളുകൾക്ക് അറിയില്ല. അതൊക്കെ റിയൽ സ്ഥലത്താണ് ഷൂട്ട് ചെയ്തത്, ഇപ്പോൾ അത് ഉണ്ടാക്കിയാണ് റീക്രിയേറ്റ് ചെയ്തേക്കണെന്നാണ് എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. അത് മനസ്സിലായി തുടങ്ങി ആ കുറ്റങ്ങൾ പറയുമ്പോഴാണ് ഈ ആളുകളെല്ലാം ഡെവലപ്പ് ആവുക. ആക്ച്വലി ഈ ആളുകൾ സാധാരണ പോലെ എന്തെങ്കിലും ചെയ്ത ഒരു സിനിമ ചെയ്യുമ്പോൾ ആദ്യം ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടറൊക്കെ വന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോകും. പിന്നെ അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. ഈ പ്രോസസ്സിങ് മുഴുവൻ അതിൻ്റെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈൻ ചെയ്ത് അത് പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് എത്തി അതിൻ്റെ ബഡ്ജറ്റ് കുറച്ച് പിന്നെ അത് ഫൈനൽ സാധനം വരുമ്പോൾ എന്നാൽ നന്നാവണം, പക്ഷെ ബഡ്ജറ്റ് ഉണ്ടാവും. ഇത് രണ്ടും നമ്മൾ സേവ് ചെയ്തിട്ട് വേണം ഇത് പ്രോജക്റ്റ് റെഡിയാക്കി എടുക്കാൻ. ഈ ബസൂക്കയിൽ അങ്ങനെ ബഡ്ജറ്റിൻ്റെ ഒരു വലിയൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആർട്ട് ഡയറക്ഷന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും. കാരണം ആ സിനിമ അത്രയും വലിയ സ്കെയിൽ സിനിമയാണ്. ആർട്ട് ഡയറക്ഷനാണ് പടത്തിലും ഒരു 80% നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അതില്ലെങ്കിൽ ആ സിനിമ നമുക്ക് അതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു മഞ്ഞുമൽ ബോയ്സിൽ ആ ഒരു ഗുഹയാണ് നടക്കുന്നത് പോലെ തന്നെ ഇതിലും ഓരോ സാധനം കൃത്യമായിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിലാണ് ഇവിടെയാണ് ഇത് നടക്കുകയുള്ളൂ. നമുക്ക് പോയിട്ട് ഇപ്പോൾ ഒരിക്കലും മമ്മൂക്കാനെ കൊണ്ടുപോയിട്ട് ബാംഗ്ലൂരും ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ട് കുറേ ദിവസം നിർത്തിയിട്ട് ഇത് ഈ ക്രൗഡിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ റീക്രിയേറ്റ് ചെയ്യാം ചെറിയ രീതിയിൽ വലിയ ബഡ്ജറ്റിലാണ് എന്നാൽ പക്ഷെ അത് വിശ്വസിക്കണം. അതാണ് നമ്മൾ ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. നേരത്തെ പറഞ്ഞു ബാംഗ്ലൂരിലുള്ള ബസ് സ്റ്റാൻഡൊക്കെ ഇവിടെയാണ് റീക്രിയേറ്റ് ചെയ്തത്, ഇവിടെയാണ്. ശരിക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ പോയി അത് ഈ അവർ കാര്യങ്ങൾ പഠിച്ചിട്ടാണോ എങ്ങനെയാണ് അത് ചെയ്തത് ബസൂക്കയിലേക്ക്? നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരിലെ ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ പടത്തിൽ സീക്വൻസ് എന്താണെന്നുള്ള ആദ്യം നോക്കും. അപ്പോൾ അപ്പോൾ നമുക്ക് ചിന്തിക്കാം, നമ്മൾ ഇപ്പോൾ റെഫറൻസ് ഒക്കെ ചുമ്മാ ഒന്നും നോക്കിയാൽ പോരാ. റെഫറൻസ് ബാംഗ്ലൂർ മടിവാള ബസ് സ്റ്റാൻഡ്, അവിടുത്തെ ഒരു 10 ഫോട്ടോ എടുക്കുന്നു, അതുമായിട്ട് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ആ ഫോട്ടോയിൽ ചിലപ്പോൾ ഓഡിയൻസ് കന്നഡ ആൾക്കാർ ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സ്ട്രീറ്റ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. ആ ബസ് വരുന്നത് ആൾക്കാർ അങ്ങനത്തെ ബസ്സും അങ്ങനത്തെ കാര്യങ്ങളും അത് നമ്മൾ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ട് അങ്ങനെ ഉണ്ടാവണം വേണ്ടിയിട്ട് ശ്രമിക്കും. പക്ഷേ എല്ലാം നമുക്ക് ചെയ്യാം, അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. പക്ഷേ മാക്സിമം നന്നായിട്ടാണ് ആ വക കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മമ്മൂക്കയായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് ശരിക്കും? മമ്മൂക്കൊക്കെ ശരിക്കും ഷിജി പട്ടണം എന്ന് പറയുമ്പോൾ ഭയങ്കര കൂട്ടാണോ നിങ്ങൾ? ഇല്ല, ആദ്യകാലത്തൊന്നും എന്നെ അറിയില്ലായിരുന്നു. ഫസ്റ്റ് പടം ചെയ്തപ്പോൾ ഒരു ചെറിയ പയ്യൻ എന്നുള്ള രീതിയിലായിരുന്നു. അപരിചിതനൊക്കെ ചെയ്യുമ്പോൾ അവനാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ എന്ന് പുള്ളി പിന്നീട് ഇടക്കിടക്കൊക്കെ അറിയുമെങ്കിലോ ഈ ബസൂക്ക വരുമ്പോഴും പിന്നെ അതിന് ശേഷം ഞാൻ മഹേഷ് നാരായണൻ സാറിൻ്റെ കുറച്ച് പടത്തിന് ഒരു 4 ഷെഡ്യൂൾ ചെയ്ത് നമുക്ക് മോഹൻലാൽ അതിലെ ശ്രീലങ്കൻ പോർഷനിലും അവിടെ ഇവിടെയൊക്കെ ഞാനാ വർക്ക് ചെയ്ത്. അപ്പോൾ ആ പോർഷനിലൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് ഭയങ്കര അടുത്തറിയാം.
അപ്പോൾ പലപ്പോഴും പുള്ളിക്ക് പൊസിഷൻ നിൽക്കുന്നത് ഞാനാണ്. അദ്ദേഹം വന്ന വരെ ആ പുള്ളിയുടെ ഹൈറ്റ് കറക്റ്റ് ആയതുകൊണ്ട് ഞാനാണ് നിൽക്കുന്നത്, ഞാൻ നടക്കുന്നതൊക്കെ ഞാനാണ്. അപ്പോൾ പുള്ളി പലപ്പോഴും എൻ്റെ പുറയിൽ വന്ന് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതെ ഭയങ്കര ഇതാ. പുള്ളി വന്നിട്ട് തന്നെ ഇങ്ങനെ തോക്ക് വെച്ച് വെടിവെക്കണ പോലെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ വെറുതെ തിരിയുമ്പോൾ ഒപ്പോഴാണ് ഞെട്ടണം. ഇപ്പോഴും എന്താ പറയാ, മമ്മൂക്ക് ഇപ്പോ എന്താ പറയാ ചെറിയൊരു കുട്ടികളെ പോലെയാണോ പെരുമാറ്റൊക്കെ, ഇങ്ങനെ തമാശയൊക്കെ കാണിക്കോ സെറ്റിലൊക്കെ? ഇടയ്ക്കൊക്കെ നമ്മൾ അടുത്തുകൂടി പോകുമ്പോൾ ഗെയിമൊക്കെ കളിച്ചോണ്ടിരിക്കണതാണ്. ശരിക്കും മമ്മൂക്ക് ഏത് ഗെയിമായിരുന്നു കളിച്ചത്? കാണിച്ചു തന്ന ഗെയിം ഏതാ? അല്ല ഗെയിം കളിക്കണല്ല, ഞാൻ പാസ് ചെയ്ത് പോയപ്പോൾ ഗെയിം കളിക്കണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ടോവിനോ ആണ് കൂടുതൽ കണ്ടത്. അപ്പോൾ മമ്മൂക്കയും ഇടയ്ക്കൊക്കെ മൈൻഡ് മാറാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ സിനിമയുടെ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ചില ഒന്ന് ചെറുതായിട്ടൊന്ന് മാറുന്നുണ്ട്. ഇങ്ങനെയല്ല ചെയ്യാം. എന്നാലും ഏതാണ് ഇഷ്ടപ്പെട്ട ഗെയിം? അങ്ങനെ അങ്ങനെയൊന്നുമില്ല, പലത് കളിക്കും. ഇങ്ങനെ നമ്മൾ മറ്റേ എന്താ പറയാ ഫ്രൂട്ട്സ് ഇങ്ങനെ വീഴുമ്പോൾ വെട്ടിക്കളയില്ല, അങ്ങനത്തെ കളിയൊക്കെ കളിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ കാണാറുണ്ട്, പാസ് ചെയ്ത് പോകുമ്പോൾ കാണും. ഇനിയിപ്പോ അത് ഞാൻ പറഞ്ഞത് പറഞ്ഞിട്ട് ചോദിക്കട്ടെ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല, നമുക്കറിയാത്തൊരു മമ്മൂക്ക ഉണ്ടല്ലോ, അത് പ്രേക്ഷകർക്ക് ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, അങ്ങനെയുള്ള മമ്മൂക്ക അറിയാം. ശരിക്കും കുട്ടിക്കളിയാ മമ്മൂക്കൊക്കെ അല്ലേ? അങ്ങനൊന്നുമില്ല, ഭയങ്കര സീരിയസ് മനുഷ്യനാണ്, അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട ഭയങ്കര കാര്യമാണ് ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ഭയങ്കര പവർഫുള്ളാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. ഈ ഗെയിം കളിക്കും, ഭയങ്കര സീരിയസ് ആയിട്ട് ആൾക്കാർ ലുക്കൊക്കെ മാത്രമേ ഉള്ളൂ, പക്ഷെ വളരെ പാവമാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് പോയാൽ നമ്മൾ ഇടയ്ക്ക് വിളിച്ചു പറയുന്ന ചോദിക്കും. അത് ഒരു വലിയ കാര്യമാണ്. ഇഷ്ടപ്പെട്ട് കിട്ടാൻ വലിയ പാടാണ്. അത് കുറച്ച് ആൾക്കാരെ പുള്ളി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, പുള്ളി ദുബായിൽ നിന്ന് വരുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വരുന്നത്, ഒരു ബറ്റാലിയൻ ആൾക്കാർ കൂടെ പോകണതാണ്. ഈ ബറ്റാലിയൻ ആൾക്കാർ അവരും എല്ലാവരും സ്നേഹമുള്ളതുകൊണ്ടാണ് അവരൊക്കെ വന്നത്. അതുപോലെ ഷൂട്ടിംഗ് സ്ഥലത്ത് നമ്മൾ ഇതുപോലെ ബറ്റാലിയൻ പോകണ്ട, നമ്മൾ പോയി അടുത്ത് നിൽക്കാൻ പറ്റും നമുക്ക്. പക്ഷെ ഇതുപോലെ ഒരു വേറെ സ്ഥലത്ത് കൂടിയാണെങ്കിൽ പുള്ളിയുടെ കൂടെ നമുക്ക് നടന്നു പോരാൻ വലിയ പാടാണ്. അതെ, മമ്മൂക്ക ഭയങ്കര സെലക്റ്റീവ് ആയിട്ടാണ് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് അല്ലേ? അങ്ങനെയൊന്നുമില്ല, നമ്മൾ മമ്മൂക്ക ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്ന കണ്ട് തന്നെ ഇഷ്ടപ്പെടുള്ളൂ. അല്ല വെറുതെ ഒരാളെ വിളിച്ചിട്ട് അവനെ ഇഷ്ടപ്പെടില്ല. നമ്മൾ ജോലി എടുക്കുന്നത് പുള്ളി കാണുന്നുണ്ട്. അത് പുള്ളിക്ക് ഒരാളെ കണ്ടറിയാം, അവൻ എന്തൊക്കെ ചെയ്യും, അവൻ എന്താണെന്നുള്ളത് ഒരു മിനിറ്റിൽ അറിയാൻ പറ്റും. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ സൈലന്റ് ആയി നിരീക്ഷിക്കും. 10 മിനിറ്റ് കൊണ്ട് പുള്ളി അത് മനസ്സിലാക്കി പഠിച്ചെടുക്കും. അത് നമ്മൾ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് ആക്റ്റീവായിട്ട് അത് നന്നാവാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ പുള്ളി ശ്രദ്ധിക്കും. അതുകൊണ്ടായിരിക്കാം, അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്നവരോട് മമ്മൂക്കൊക്കെ ഒരു പ്രത്യേക അതൊക്കെ പുള്ളി ശ്രദ്ധിക്കും. അത് പ്രൊഡക്ഷൻ ബോയ് ആയാലും ക്യാമറ അസിസ്റ്റൻ്റ് ആയാലും ആരായാലും പുള്ളി വിളിച്ചിട്ട് ചില സമയത്ത് ചില ഡയലോഗ് ചെറിയ രീതിയിൽ സിനിമ പറയുന്ന പോലെ പറയുള്ളൂ. അത് അവനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ്. ചെറിയൊരു വാക്ക് നമുക്ക് ഇത് നല്ല സെറ്റാണെന്നൊന്നും നമ്മളോട് പറയൂല, ഇത് കൊള്ളാല അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് ടോട്ടൽ നമുക്കൊരു വലിയൊരു അവാർഡ് വന്നിട്ട് പോണ പോലെ അത് നമ്മൾ അനുഭവിച്ചു പോകണം. അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? പിന്നെ ഇതിൽ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഒരു ബാത്റൂം സെറ്റ് ഇട്ടപ്പോൾ പുള്ളി വന്നിട്ട് ഇത് ഫുൾ വൈറ്റ് ആണല്ലോ, കൊള്ളാലോ എന്ന് പറഞ്ഞു, അത്ര പറഞ്ഞുള്ളൂ. അത് തൊട്ടടുത്ത് നിന്നാ കാണുമ്പോൾ ഒരു ചെറുതായിട്ട്. ബസൂക്ക് എത്ര നാളായിരുന്നു ഷൂട്ടൊക്കെ? എത്ര ദിവസമായിരുന്നു ഷൂട്ടിംഗ്? ഒരു 72 ഡേയ്സിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ അതിന് വേണ്ടി ഒരു 2.5 വർഷത്തോളമായി നടക്കണം ഈ സിനിമയുടെ പുറകിൽ. പടത്തിൽ ഏറ്റെടുത്തപ്പോൾ മുതൽ നടക്കാൻ തുടങ്ങിയ ട്രാവൽ എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരിക്കലും ഇത് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഈ പടത്തിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആദ്യം മുതൽ ഒരു പ്ലാനാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ടാണ് അത് റെഡിയാക്കി എടുത്താണ് ഇതിൻ്റെ കമ്മീഷൻ ഓഫീസും മറ്റും മറിച്ചൊക്കെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസിൻ്റെ ഫ്രണ്ടൊക്കെ ഇതുവരെ ഷൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ. അതുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ സ്ഥലം എവിടെയെന്നുള്ളത് ഇപ്പോഴേ അന്വേഷണം നടക്കണേ. അതിൽ ഫാക്ടറീസ് ആയാലും അതിൽ ഓഫീസും ഇതിൽ കസ്റ്റംസ് ഓഫീസ് എയർപോർട്ടൊക്കെ നമുക്ക് ഇതുപോലെ ഇതിൽ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ 2-3 പ്രാവശ്യം എയർപോർട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒറിജിനൽ സെറ്റ് ഇട്ടതും ഒക്കെ ആയിട്ട് പല രീതിയിൽ. അതുകൊണ്ട് ഇതൊക്കെ മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ള ആർട്ട് ഡയറക്ടറിന്റെ ഉത്തരവാദിത്വം പോലെ. അത് ഇയാളാണ് അത് നേരത്തെ ഇത് തിരിച്ചു ഒന്നുകൂടി ചെയ്യും. അത് സിമ്പിളായിട്ട് പറഞ്ഞിട്ട് പോകും. പക്ഷെ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് തിരിച്ച് അതേപോലെ ആക്കണം എന്നുള്ളത് ചിലപ്പോൾ ഒരു 6 മാസത്തിന് മുമ്പ് ചെയ്തതായിരിക്കും. അത് തിരിച്ച് നമ്മൾ അതേപോലെ ആ സ്കെയിലിൽ ഉണ്ടാക്കുക, ആ മെറ്റീരിയലെല്ലാം പോയിട്ടുണ്ടാവും. എനിക്ക് എത്ര ഗോഡൗൺ ഉണ്ടായെന്ന് പോലും നമുക്കറിയില്ല. കാരണം ഓരോ ഗോഡൗണും ഓരോ ഷെഡ്യൂളും മാറി. അപ്പോൾ ഈ സാധനങ്ങൾ മിസ്സിംഗ് ആണ്. ഇത് കാരണം അത് തിരിച്ച് ഒരു ഡാമേജ് ആണ് മൊത്തം.
മഴ മാറി പിന്നെ വെയിൽ വന്നു വീണ്ടും മഴ അങ്ങനെ കളിച്ചാണ് ടോട്ടൽ പടം ചെയ്തത്. അപ്പോൾ മമ്മൂക്ക എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ഇപ്പോൾ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോൾ ഈ സെറ്റിൽ ഫുൾ ടൈം ഉള്ള ഒരാളാണല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന നിലയിൽ മമ്മൂക്ക എങ്ങനെയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്? നമുക്ക് അദ്ദേഹത്തിന് ഒരു ഇഷ്ടപ്പെടണം, അതാ ഒരു മാസ്റ്റർ പരിപാടിയാണ്. അല്ലാതെ വെറുതെ പോയിട്ട് എല്ലാവരും പുള്ളിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. പുള്ളിയുടെ അടുത്ത് എനിക്ക് ഇതിൻ്റെ നമ്മളൊരു ബസ് സ്റ്റാൻഡ് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കളമശ്ശേരി ഭാഗത്തായിരുന്നു ആ സെറ്റ് ഇട്ടത്. അത് ശരിക്കും ബസൂക്കയിൽ ഒരു വലിയൊരു പോർഷനാണ് ആ ബസ് സ്റ്റാൻഡ്. കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡ് നമ്മൾ ഇവിടെ റീക്രിയേറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് ഡിസ്റ്റൻസിൽ ഇങ്ങനെ നിൽക്കണേ. പെട്ടെന്ന് എന്നെ വിളിച്ച്, അപ്പം ഞാൻ പോയിട്ട് പുള്ളി എന്നെ മൊബൈലിൽ കാണിക്കണം, നിന്നെ പോലത്തെ ഒരു നടനുണ്ട് ഇന്ത്യയിൽ, നീ അവനെങ്ങനെയുണ്ട്, നീ കറക്റ്റ് അല്ലേ എന്നൊക്കെ പോയി. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു നടൻ. പക്ഷെ അത് ഇങ്ങനെ നമ്മൾ വെറുതെ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയും, നമ്മൾക്കൊരു മോട്ടിവേഷനാണ് നമ്മുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ടത് എന്നുള്ളത്. അത് വലിയ കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഫോട്ടോ എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ അടുത്ത് നിന്ന് സംസാരിക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വരുമ്പോഴൊക്കെ സാധാരണ വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ഒന്നും പറയണ്ട, ഒരു ലുക്കാണ് കംപ്ലീറ്റ്. ഒന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പോകുമ്പോഴും ഒരു കൈപൊക്കി പോകും, അത്രേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു ക്ലാസ് പരിപാടി. അത് തന്നെയാണ് ഈ സിനിമ. ഒരു പരിപാടിയില്ല, നോക്കുമ്പോൾ തന്നെ അറിയാം. അത് തന്നെയാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ നമ്മൾ അതുപോലെ സ്റ്റൈലിഷ് ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യം വരെ അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തേക്കണം. അത് ഈ സിനിമ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ആദ്യം തന്നെ ഈ ബസൂക്ക എന്ന് പറഞ്ഞൊരു സിനിമ മുന്നിൽ വന്നപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് തേടിപ്പോയിട്ട് അവസരം തേടിപ്പോയതാണോ അത് ഇങ്ങോട്ട് വന്നതാണോ? എന്നെ അന്വേഷിച്ച് വന്നാ. ഞാൻ ജവാൻ എന്ന് പറഞ്ഞ പടത്തിലൊക്കെ ഞാൻ വർക്ക് ചെയ്താ. ഷാറുഖ് ഖാൻ്റെ ജവാൻ എന്ന് പറഞ്ഞ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ 2-ൽ വർക്ക് ചെയ്തിട്ടുണ്ട്, 2.0. അപ്പോൾ കുറച്ചും കൂടി ഗ്രാൻഡിയർ ആയിട്ടുള്ള പടങ്ങൾ, ടെക്നിക്കലി കുറേ പരിപാടികളുള്ള സിനിമകൾ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് അന്വേഷിച്ചിട്ട് വന്നപ്പോൾ ഞാൻ ആദ്യം വേറെ പടത്തിലായിരുന്നു. പിന്നെ ഇതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ നോക്കി ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പടത്തിൽ. നോർമൽ സിനിമയല്ല, കുറച്ച് പണിയുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യാം, അതാണ് അതിൻ്റെ ടാർഗറ്റ്. പക്ഷേ നമ്മളത് ഒരുപാട് മദ്രാസിലോ തമിഴ് തെലുങ്കൊക്കെ ചെയ്തേക്കുന്ന ഒരു എക്സ്പീരിയൻസും ഉണ്ട്. രണ്ടും കൽപ്പിച്ച് ചെയ്യുക എന്നുള്ളതാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ സെറ്റ് തന്നെ നമ്മൾ ഞെട്ടിച്ച്, പിന്നെ സ്റ്റെപ്പ് ബൈ ആയിട്ട് അങ്ങനെ എല്ലാം പോയിക്കോളും ഓട്ടോമാറ്റിക്. ഗൗതം വാസുദേവനും മമ്മൂക്കയും തമ്മിലുള്ള ഒരുപാട് നല്ല സീക്വൻസ് ഒക്കെ ഇല്ലേ, അവരിഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ശരിക്കും അങ്ങനെയുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ബസൂക്ക എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം. ഇവർ ഈ രണ്ടുപേരും കൂടി അഭിനയിക്കുന്ന സീക്വൻസ് ഒക്കെ വളരെ കണ്ടിട്ടുണ്ട് നമ്മൾ. പക്ഷേ കൂടുതലും രണ്ടുപേരും സൂപ്പർ ഹീറോസിനെ പോലെ തന്നെ നിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് അവരെ കുറിച്ച് ഒരാളെ വ്യത്യാസം പറയേണ്ട കാര്യമില്ല. പക്ഷേ മമ്മൂക്ക തന്നെ ചില സ്ഥലത്തൊക്കെ മമ്മൂക്കയുടെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ടോട്ടലി അങ്ങനത്തെ ഒരു ക്ലാസിക് പടത്തിൽ പെടുത്താം. ശരിക്കും ഷിജി പട്ടണം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷൻ ഡിസൈനറുടെയും ജീവിതം മാറി മറിയുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അല്ലേ ഇത് ബസൂക്ക? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ജവാൻ, ഇന്ത്യൻ 2 അങ്ങനെ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ബസൂക്ക നമ്മൾ ചർച്ച ചെയ്യാവുന്ന സിനിമയാണ്. കുറേ നല്ല സെറ്റുകൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോൾ ഏതായാലും ബസൂക്കയ്ക്ക് വേണ്ടി നമ്മളെല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യണം പുതിയൊരു മമ്മൂക്കയെ കാണാൻ, വെറൈറ്റി ആയിട്ട്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഒരുപാട് നന്ദി ഇങ്ങനെ സഹകരിച്ചത്.